യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോടു ചേർന്നിരിപ്പതത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ബറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി അതിലെന്നേക്കും തന്നെ ആമേൻ. തലമുറ തലമുറകളായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ ദൈവം, പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കർത്താവെ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. കർത്താവെ, തിരുവചനത്തിൽ നിന്ന് പഠിക്കുവാനും അപ്രകാരം ജീവിക്കുവാനും എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾ അങ്ങയുടെ വഴിയിൽ വളർത്തപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ദിവ്യാത്മാവിനാൽ അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുവാൻ, ആത്മാവിൽ ശക്തീകരിക്കുവാൻ ഇവിടെ ആയിരിക്കുന്ന നിതിനച്ഛനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സുകളൊക്കെ തീരുവാനും അത് എല്ലാവർക്കും പ്രയോജനപ്പെടുവാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യാപകരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വേദ മഹാവിദ്യാലയത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശരിയായി അങ്ങയെ മനസ്സിലാക്കുവാൻ, അങ്ങയിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും എല്ലാവർക്കും ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുറവുകൾ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം തിരുനാമ മഹത്വത്തിനായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നതായത് ഇപ്പോഴും എപ്പോഴും എന്ന് വന്നേക്കും തന്നെ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും should I write this one? This one. Children, Number. could you please mute your microphone? This is how you start in your school, day school. When the teacher says switch off your microphone, please mute it. If all of you, we have 128 children, and I'm expecting another maybe 100, 150 to join. So please mute your microphone. We will give you a chance to talk. Until that, please mute. Mute your microphone, please. Class 9 You will be given a chance to talk. Achan will ask you questions, then you can unmute and answer. But until that time, please keep quiet. Shall I make a force mute, sir? Yeah, please. Yeah, now and please unmute, sir. Please unmute. Okay. Yeah. All right. Let us start the session today. Respected Achans, teachers, and my dear children.
The year 2020 has been plagued with the pandemic, and we have almost all been stranded in our homes without much of visibility to the external world. Most of you could not go to the church, the Sunday school, and your secular schools. We are thankful to God that we have been able to conduct virtual classes for students of class 5 to 12 who all attended virtual exams and passed. I know we could not arrange virtual classes for students of from KG to 4, but this year we plan to start the classes for them too. We have been able to arrange this session for you, children, before we reopened the Sunday school for the new academic year. We arranged a similar session for our teachers last week also. Let me take a few minutes in welcoming all of you to this function, and most importantly, introduce our resource person, Reverend Father Nithin V. Rajan. Our vicar, Reverend Father Juju George, could not attend because he is attending a service. He is the guiding force behind ensuring that these sessions are conducted before the new academic year begins. Achan is always with us with his suggestions and guidance on the day-to-day affairs of Sunday school. I extend a hearty welcome to Juju Achan, although he is not present at present. Reverend Father Liju Pandachan, our assistant vicar, he is here now. Although he has been with us for some time, he could not spend my time with you due to the close down of the Sunday school. However, he has been very much engaged with the children as and when he was able to meet them. I welcome Liju Achan to this session. I believe Achan has another session to attend, so he will be leaving us. But I also welcome all our Sunday school officials, teachers, and all of you children to this session. Now, let me say a few words about Reverend Father Nithin V. Rajan. Achan is the office manager of OSSC OKR office in Nagapur. He was born and brought up in Karnataka. He has 2 master's degrees, master's in economics and public administration, and he is now pursuing the 3rd one, master's in sociology. He has also a diploma in eco-justice ministries on eco-justice. He is the 3rd prize winner of the International Scientific Society essay contest with a cash prize of €1,000. And he was invited to attend the award ceremony held in Russia, which was completely sponsored by the Inter-Parliamentary Assembly on Orthodoxy. I have a lot to say about Achan, but due to the lack of time, let me close my address with a very warm welcome to all of you, especially to Nithin Achan. Thank you. Thank you, sir, for the welcome. So shall I start? Yeah, Yes, sir. sure. Thank you, Yeah, Acha. Blessed be the name of the Holy Trinity, respected Liju Achan, Kurian sir, all the office bearers of the Sunday school, teachers, and my dear children. It is indeed a very happy opportunity to see you all on screen. Even though we could not see everybody physically, we and all are locked up at home, as sir rightly mentioned. And we are starting a new academic year, and just for a general class we are here. Okay? Okay. നിങ്ങൾ പറഞ്ഞാൽ മതി, എനിക്ക് കാണാം കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യണ്ട, പക്ഷേ പറഞ്ഞോ, എനിക്ക് കാണാം. ഓക്കെ, തലയാട്ടിയേ. യെസ്, നോ, യെസ്, യെസ്, നോ, യാ. ഓക്കെ, ഫൈൻ. സോ നമുക്ക് വി വിൽ സ്റ്റാർട്ട് അവർ ഓൺലൈൻ സെഷൻ. നമുക്കൊരു പാട്ട് പാടിയാലോ? പാട്ട് പാടാം. ഓക്കെ, ഇതൊരു പഴയ പാട്ടാണ്. ഓക്കെ, I do not know if you know this song. Yes, sir. Do you know this song? അറിയാമോ? Yes or no? Sir, we have studied
I also not study this. Okay, No, fine. Then sir. I will teach you. I will teach you. Okay, so all of you remain muted. Okay, our AB sir will unmute one or two people in between so that you can just repeat after me. Okay, so the song goes like this. Do not give up. Do not give up. Two times, huh? Do not give up when times are hard. Do not give up. Have a happy heart. Okay. Repeat ചെയ്യാമോ എനിക്ക് നിങ്ങളുടെ voice at least move your lips so that I can see. Okay. Do not give up. അയ്യോ ആരും പറയുന്നില്ല. ജോസ്ലിൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ ഉള്ളൂ. ജോസ്ലിൻ എന്ന് പറഞ്ഞേ. Do not give up. സ്ക്രീൻ കവേർഡ് ആയിരിക്കുന്നു. എന്ത് പറ്റി? കാണുന്നില്ല? അവിടെ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല ഒരു ഏരിയ കവേർഡ് ആയിരിക്കുന്നു. റൈറ്റ് സൈഡ് സ്ക്രീനിൽ. Is it okay now? No, half. Yeah, now it's okay. Yeah, now it's perfect. Okay, thank you. So do not give up when times are hard. When times are hard, Do not give up. do not give up. Do not Have a give happy up. heart. Have a happy heart. Do not give up. Do not give up. Pray Have and a happy obey. heart. Do not give up. Happy. When you get scared, When you get scared, let me hear you say. let me hear you say. Okay, കുഞ്ഞുങ്ങളെ, listen. Wait. Everybody please don't unmute. Everybody please mute yourself. Okay. Everybody mute yourself. I will unmute one or two people in between. Okay. So only. Sir, the words are Okay. ഇടയ്ക്ക് എല്ലാവരും മ്യൂട്ടോട് അച്ഛനെ അൺമ്യൂട്ട് ചെയ്യാം. Okay, fine. Thank you. Okay. So do not give up. Do not give up. When times are hard. Do not give up. When Do not give up. do not Have a give happy up. heart. Have a happy heart. Do not happy heart. Do not give up. Do not give up. Pray and obey. Pray and obey. When you get scared, When you get scared, let me hear you say. let me hear you say. It is a very small, simple song. Okay, part inganana. Do not give up when times are hard. Do not give up. Have a happy heart. Do not give up. Pray and obey. When you get scared, let me hear you say. Okay, simple alle. Simple. Yeah, okay, repeat after me. Do not give Do up not give up. when times are hard. Parne. Do not give up. Do not give up. When times are hard. Do not give up. Have a happy heart. Do not give up. Pray and obey. When you get scared, let me hear you say. Okay, മനസ്സിലായോ? Okay, do not give up when times are hard. Do not give up. Have a happy heart. Have a happy heart. Do not give up. Yes, എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? Okay. Right. Okay, very good. So it is a very, very simple song. Okay, it is a very simple song which says, do not give up when times are hard. Okay, നിങ്ങൾക്ക് നിങ്ങളുടെ chat boxil നോക്കുവാണെങ്കിൽ, okay, to everyone in the meeting, I will just paste the song. Okay, ഇപ്പൊ കാണുന്നുണ്ടോ chat box നിങ്ങൾക്ക്? Just do. Yeah, okay. Do not give See, up. please, all of you mute yourself. എല്ലാരും When mute ചെയ്തേ. times are hard, എല്ലാരും mute do ചെയ്തേ. not give. എല്ലാരും mute ചെയ്തേ. Okay. Okay. So നിങ്ങൾക്ക് മെയിൻ ഡു നമുക്ക് പാടാമെന്നേ ഉള്ളൂ കൂടെ do not give up. Okay, so it goes like that. Okay, it goes like that. So I shall now help you out with the song. Okay, it is a action song. Okay, നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. Okay, I shall share my screen.
മനസ്സിലായോ? മനസ്സിലായി? Okay, okay. So once again, see, I shall play the song once or twice for you now. So make space. So that you can also do the actions. Okay. ഇപ്പൊ നിങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ നിങ്ങൾ നോക്കിയിട്ട് ഒന്നുകൂടെ അത് ചെയ്യണം കേട്ടോ. ഓക്കെ. അഗ്രീഡ്? യെസ് ഓർ നോ? Yes. Okay. So we are starting. Stand up, and you do the action. Okay, നിങ്ങൾ എല്ലാവരും ആക്ഷൻ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. Okay, so for some time now let us look into something which I would like to talk to you. Okay. Okay. Can you see the screen? Yes. 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 KFC. Yeah, KFC. Correct. KFC. What is KFC? Usually we say it is Kentucky Fried Chicken. നിങ്ങളെല്ലാം കഴിക്കാറുണ്ടോ? Okay. Very good. Okay. Very good. So now let us think about what is our KFC and our relationship with KFC. Okay. As you saw the posters, if you have seen നമുക്ക് KFC എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് KFC എന്ന് വെച്ചാൽ it is Kids for Christ. Okay, it is Kids for Christ. So we and all are KFC. As much as we love to eat KFC, we should also become KFC. Okay. Yeah, please mute all your microphones. Okay, mute all your microphones. Yeah, so KFC means as we eat and we love to eat KFC, let us also become KFC, that is Kids for Christ. How to become KFC? എങ്ങനെയാണ് നമ്മൾ KFC ആവുന്നത്? Okay, there are few steps. നമ്മൾ അതൊക്കെ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് KFC ആവാൻ പറ്റുന്നത്. Okay, നമുക്ക് KFC ആവാൻ ചില കാര്യങ്ങൾ ചെയ്യണം. So what is the first thing we see here? We should pray. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? എത്ര സമയം പ്രാർത്ഥിക്കും? 1% at a time. കുഞ്ഞുങ്ങളെ 1% at a time. Okay. നിങ്ങളെല്ലാം ഗുഡ് സ്റ്റുഡൻസ് അല്ലേ? 1% at a time. Okay. So നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. I heard somebody saying we pray 8 times a day. Who prays 8 times a day? Somebody is saying, wow, beautiful. Yeah, very good. നമുക്ക് 8 times അല്ല, every time of the day we can keep on praying. Okay, അതാണ് നമ്മൾ actually God has called us to be praying always. Okay, we should always keep praying. എപ്പോഴൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞു എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന്? Evening.
evening, morning. Yeah. Okay. Thank you. Thank you so much. Okay. Thank you. So it is our responsibility to pray always. Okay. നമുക്ക് KFC ആവണമെങ്കിൽ first thing what we should do is we should pray always. Okay. We should pray always. We should pray in the morning. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം. പഠിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം. കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം. ഓക്കെ, ഉറങ്ങുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കണം. എവറി ടൈം. ഇറ്റ് ഇസ് നോട്ട് 7 times or 8 times or 9 times. എവറി ടൈം യു ഷുഡ് പ്രേ. ഓക്കെ. ഓൾസോ സി ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സേ, വലിയ വലിയ പ്രാർത്ഥനകൾ ചൊല്ലിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? ഒന്ന് കുരിശ് വരച്ചാലും മതി. പഠിക്കുന്നതിന് മുമ്പേ ഒന്ന് കുരിശ് വരയ്ക്കുക, പഠിച്ച് കഴിഞ്ഞിട്ടൊന്ന് കുരിശ് വരയ്ക്കുക. ഓക്കെ. സോ മേക്കിംഗ് ദ സൈൻ ഓഫ് ക്രോസ് ഇസ് ഓൾസോ എ പ്രയർ. ഓക്കെ. സോ മേക്കിംഗ് ദ സൈൻ ഓഫ് ദ ക്രോസ് ഇസ് ഓൾസോ എ പ്രയർ. സോ അതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കണം. ഓക്കെ. എനിക്കറിയാം നിങ്ങളെല്ലാം ഗുഡ് കുഞ്ഞുങ്ങളാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് എന്ന്. പക്ഷേ യു ഷുഡ് ഓൾവേസ് ട്രൈ ടു കീപ് യുവർ സെൽഫ് ഇൻ പ്രയർ. സൈക്കിൾ ഓടിക്കാൻ, നിങ്ങളൊക്കെ സൈക്കിൾ ഓടിക്കുവോ? യാ. സൈക്കിൾ ഓടിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കാറുണ്ടോ? സൈക്കിൾ. ഓക്കെ. 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 വെരി ഗുഡ്. സൈക്കിൾ ഓടിക്കുന്നതിന് മുമ്പേ ഒരാള് പറഞ്ഞ് എന്തുവാ പ്രാർത്ഥിക്കുന്നതെന്ന്? എനി വൺ പേഴ്സൺ. ഓക്കെ. ജാരുൻ പറഞ്ഞേ. കണ്ടോ, ഒരാളോട് പറയുമ്പം എവരിബഡി ആർ മ്യൂട്ട് അല്ലേ? ഇതിനകത്ത് കന്നഡ അറിയാവുന്നവർക്ക് അറിയാം, ഗുംപല്ലി ഗോവിന്ദ എന്ന്. ഒരുമിച്ച് ആവുമ്പോൾ എല്ലാവരും കിടന്ന് അലിക്കും. പക്ഷേ ടു സ്റ്റാൻഡ് അലോൺ ആൻഡ് സ്പീക്ക് ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷേ ഐ നോ ദേ ആർ ഗുഡ് സ്റ്റുഡൻസ്. യു പീപ്പിൾ എന്തോ വീഴാതെ കാത്തോളണേന്ന് പ്രാർത്ഥിക്കും. ജോസ്ലിൻ പറഞ്ഞേ. യെസ്, വെരി ഗുഡ്. ഗോഡ് പ്രൊട്ടക്ട് us ഫ്രം ഡേഞ്ചർ. ഓക്കെ. ഓക്കെ. അപ്പം എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ സൈക്കിൾ ഓടിക്കുന്നതിന് മുമ്പേയും അല്ലെങ്കിൽ കളിക്കാൻ പോകുന്നതിന് മുമ്പേയും എവറി ടൈം യു ഷുഡ് പ്രേ. സോ വെൻ യു പ്രേ എവറി ടൈം ഇറ്റ് ബിക്കംസ് എ പ്രാക്ടീസ്. ഓക്കെ. സോ നമ്മൾ വീഴാതിരിക്കാന്, നമ്മൾ എന്താ പറയുന്നത്, തെറ്റ് ചെയ്യാതിരിക്കാന്, ഇതിനെല്ലാം വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. പ്രേയിങ് ഇസ് എ വെരി ഗുഡ് തിങ് വി ഷുഡ് ഡു ടു become a kid for Christ. Okay. The next thing is what is this child doing? Reading the Bible. Very good. Okay. Madi. See. Madi, stop. Reading the Bible. Reading the Bible. Reading the Bible. Thank you. Okay. So the child is reading the Bible. Now nobody unmute your mic. Just raise your hands. How many of you read the Bible? നിങ്ങൾക്കൊക്കെ വായിക്കാൻ അറിയാമോ ബൈബിള്? Yes, sir. We know how to read Bible. Very good. So at least have to read. Fine. Mute yourself, please. Bible പ്രാർത്ഥിക്കാറുണ്ട്. Very good. So there are small children in this, there are big children in this. So little bit big children know to read the Bible. So you are reading the Bible, very good. But you should every day you should read the Bible. Okay, morning and evening at the least morning and evening when you get up you should read you should always tell the truth. Gato രാവിലെ എഴുന്നേറ്റ് how many of you house mummy should say മോളെ എഴുന്നേക്ക് ബൈബിൾ വായിക്ക്, read the Bible. Don't say. ഇപ്പൊ പറയത്തില്ല അച്ഛാ, നമ്മളെല്ലാം ഗുഡ് സ്റ്റുഡൻസ് ആണ്. നമ്മൾ എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കും. മമ്മി പറയേണ്ട ആവശ്യമുണ്ടോ? Get up, brush your teeth. No, we all are good students. ഒരു ആവശ്യമില്ല. ചില കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ സോ നല്ല പോലെ നമ്മള് ബൈബിൾ വായിക്കണം. ഓക്കെ. സോ റീഡ് ദ ബൈബിൾ. നെക്സ്റ്റ് ആഫ്റ്റർ റീഡിംഗ് ദ ബൈബിൾ ഇസ് ഹോണസ്റ്റി. ഹോണസ്റ്റി എന്ന് വെച്ചാൽ എന്തുവാ? Yes, being truthful. Correct. Being truthful. Truthful means telling the truth. Okay. Namala when we go to our examination hall or when we are writing exam, do we copy
You should never do it. Okay. If you're doing like that, you are cheating. കുഞ്ഞുങ്ങളെ, നിങ്ങളെ mute your microphones. More, I will not ask you questions at all. Don't worry. Okay. Please mute your microphones. അല്ലെങ്കിൽ ഇന്നൊന്നും ക്ലാസ് തീരത്തില്ല. Okay, so honesty is the best policy. Okay, നമ്മൾ എപ്പോഴും സത്യമേ പറയാവൂ. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പറയണം, നമ്മൾ തെറ്റ് ചെയ്ത് പോയി എന്ന്. Okay, so honesty to become the kids of Christ. The third thing what I would like to tell you is, നിങ്ങൾ ഇത് ചെയ്യുന്നില്ലെന്നല്ല, പക്ഷെ നിങ്ങൾ ഇതെല്ലാം ചെയ്യണം. Pray every time, read the Bible whenever possible, be honest, tell the truth. Okay, tell the truth always. Next is be humble. Okay, be humble എന്ന് വെച്ചാൽ എന്താണ്? Be humble means to be good children, like not be angry. Ebisare, completely mute ചെയ്തേരെ കേട്ടോ. Be good children. Don't be rude. You have to be kind. Yeah, you have to be kind, don't be rude. So that is called humbleness. See, when you humble yourself, God will help you. Okay, when you humble yourself, God will help you. നമുക്കൊരു small song ഉണ്ട്. Humble thyself in the sight of the Lord, humble thyself in the sight of the Lord, humble thyself in the sight of the Lord, and he will lift you up. Okay, so who will lift us up? It is God who lifts us up. So God rises up. God Yeah. rises up. Yeah, so when we are humble, God will raise us up. Okay, and we should not be fighting at home, we should not be making all nuisance at home. We should be always humble, listening to our We should be parents. humble always and kind. Yeah, listening to our parents, obeying our elders. ഇങ്ങനൊക്കെ ചെയ്യുമ്പം നമ്മൾ good students of being humble. We'll become good students being humble. Okay, so the next thing what I would like to say you is be happy. ഇപ്പൊ നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളാണ്, so always keep smiling. Okay, smiling, laughing. സന്തോഷവാ. Happy. Yeah. Yeah, always be happy. Be happy. Always be happy. See this picture. One, ഒരിക്കലും സങ്കടം ആവല്ലേ. yeah, ഒരിക്കലും സങ്കടം Happy. Okay, always we should be happy. How? Happy. Yeah, always we should be. നമ്മൾ എപ്പോഴും സന്തോഷാവണം. Yes, എപ്പോഴും നമ്മള് Happy ആകണം, സന്തോഷാകണം. yes, നമ്മള് എപ്പോഴും we should. കുഞ്ഞുങ്ങളെ please be quiet. Please be quiet. Be quiet, please. Yeah. So we should be happy. നമ്മുടെ അടുത്ത് എന്തെങ്കിലും പറയുമ്പം when our parents tell us to do something, നമ്മൾ സന്തോഷത്തോടെ ചെയ്യണം. Okay, then only we will become kids for Christ. Okay, we should do things happily, smiling enough, not saying when parents say us to get up in the morning, you should not be crying, oh I can't get up in the morning. അല്ലെങ്കിൽ they'll say, mone don't take mobile phone. You should not be angry. Eniki mobile phone venam. Don't become angry like that. Okay, keep smiling and obey your parents. Then only we can become kids for Christ. So smile always, be happy, don't be angry with anybody. വിഷമിച്ചിരിക്കണ്ട, എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ Be happy. ഒരിക്കലും ദേഷ്യപ്പെട്ട് ഇരിക്കണ്ട. Be happy. okay, Be happy. Yeah, Be happy. Be happy every time. okay. And the next thing is Share with everyone. yeah, play with everyone. Now we know that sometimes what happens And nowadays, share. yeah, And sharing is caring. When sometimes and all when our friends come to play with എന്റെ മക്കളെ നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യാമോ? All of you mute. When I ask you anything, you can unmute. Okay. Unmute. Yeah, don't unmute now. Now mute. Okay. Yeah. So keep sharing our belongings with others. When somebody is coming to play with us, don't hide your things and keep. Okay.
but you should be able to tell when they go back, you should say them, give me my toy, or if you want to give them, you can gift them. Other than that, you should keep your things safe also. Okay, so sharing is caring. We should be able to share our things with others. Okay, so that is also a gift of God. Then only we can become a kid for Christ. So നമ്മളുടെ കയ്യിലുള്ള നല്ല കാര്യങ്ങൾ we should be able to share it with others. Okay, നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ we become ഒരു godly, ദൈവത്തിന്റെ നല്ല ഒരു characteristics നമ്മളിൽ ഉണ്ടാവും, because God came down from heaven to earth to share his love with us. So same way we should also be able to share with others our belongings, share our chocolates. If we have if we have more things with us, give one to somebody who is not having. Okay, when you do like that, we become a child of God. So after that is be kind. Okay, നമ്മൾ പലപ്പോഴും when somebody takes our thing, we will harshly say അത് എന്റെയാ അല്ലേ, നമ്മൾ പറയത്തില്ല അത് എന്റെയാ. Okay, let them take it for some time, or let them play. Let them play with some toys. So we should be kind with our younger ones at home. നമുക്ക് small brothers or sisters ഉണ്ടെങ്കിൽ അവരോട് we should be kind. We should be kind with our friends in school. We should be kind with old people, with our parents. All we need to be kind with old people. And we should be able to share. We should be kind with all people always. And and we should be able to share our things with others. Our friends and elders. Next quality of being a kid for Christ is saying thank you. Okay, നമുക്ക് കാര്യങ്ങൾ എന്തെങ്കിലും തരുമ്പം ഒരു ഫോർമാലിറ്റിക്ക് മാത്രമല്ല, we should be able to say thank you. Okay, as it says, we should say thank you. Give thanks to the Lord for he is good. Understood? Give thanks to the Lord because he is good. നമുക്ക് ദൈവം നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്, ദൈവത്തോട് നമുക്ക് താങ്ക് യു പറയാൻ സാധിക്കണം. Okay, നമുക്ക് ദൈവത്തോട് താങ്ക് യു പറയാൻ സാധിക്കണം. So being grateful to others for everything and saying so is a good attitude of gratitude. കേട്ടോ, നന്ദി പറയുന്ന ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അത്, saying thank you. So saying thank you, I told you about saying thank you. Same way നമ്മൾ thank you പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് saying sorry. Someone. When we hurt someone or when we do something wrong, we should be able to say sorry. Sorry when is we do something bad, we should say sorry. Yes, when we say do, നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, we should be able to practice. Okay, it is easy to say Someone, we want to say sorry. Yes, correct. Okay, so whom do you need in life? നിങ്ങൾക്ക് ആരെയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്? God. Very good. Very good. Yes, I'm very happy. നിങ്ങൾ പറഞ്ഞു ഗോഡിനെയാണ് വേണ്ടത്. മിക്കവാറും sometimes when we ask children, they say they need a Sachin Tendulkar or they need ഇപ്പം നമ്മുടെ great batsman അല്ലെങ്കിൽ film actors like that and all. They think that seeing them or being with them is very great. But I'm very happy that you all told that what you need, the most important thing in life is God. Why do we need God in life? Because God is strong. God is strong and he can do anything, and he can Yes, God is strong and he can do anything in life. Children, God gives us rules that we must obey. He will make God give us food for. അപ്പൊ മിണ്ടാതിരിക്കാൻ അറിയാലേ? Don't unmute. Okay. So നിങ്ങൾ എല്ലാം കൂടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ആർക്കൊന്നും കേൾക്കത്തില്ല. Okay. So നമുക്ക് എന്താ പറയുന്നത്, ഇപ്പൊ ഇങ്ങനെ ഗുഡ് കുഞ്ഞുങ്ങളായിട്ട് കേൾക്കുന്നത് പോലെ keep on
listening. Okay, keep on listening. So I was saying that God always keeps us promises. Why we need God എന്ന് പറയുവായിരുന്നു ജീവിതത്തിൽ. God is strong. My God is so big, so strong and so mighty that nothing my God cannot do. God always keeps his promises. God gives us rules that we must obey so that we can live a happy life. Even if mommy or daddy can't see what you're doing, God sees it. നമ്മൾ പലപ്പോഴും വിചാരിക്കും nobody is seeing. Please stop using the screen. We should not think that no one is watching us. Yes, God is watching us. Okay. Ma'am, sir, Yes. someone is scribbling on this. Yeah. Over. Yeah. God loves us. Yes, God loves us. So എന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു പുതിയ God loves us. ഒരു പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുകയാണ്. So we have to start fresh. We have to start anew. Today is the first day of the Sunday school. Okay, last year so many days you could not attend Sunday school and all. So many things are there to learn. Okay, so അതുകൊണ്ട് നമുക്ക് നല്ല പോലെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റണം. Okay, so നമ്മൾ എന്താ പറയുന്നത്, ശ്രദ്ധിച്ച് നല്ല കുഞ്ഞുങ്ങളായിരിക്കണം. Do not give up in life. Okay, do not give up in life. Okay, so anytime when we have problems, we should pray and obey God. When you get scared, Pray and obey God. yeah, when you get scared, always think that God is there. Okay, നമുക്ക് നമ്മുടെ പാട്ട് ഒരു പ്രാവശ്യം കൂടെ പാടാം. Okay, can you people get ready? Can all of you stand up so that we can sing the song? Yes. Okay, so get ready. Ready? All of you stand up. Yeah, all of you stand up. Put your hands up. Keep your hands free so that you can do the action. Okay. Okay. Yeah. Sir, you muted. It's a mute. ഒന്നും കേൾക്കാൻ പോയല്ലോ. എന്ത് പാട്ട്? എന്താ കേക്കാത്തെ? ഇപ്പം കേൾക്കാമോ? Okay, very good. Now we can hear. Fine, fine. So എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മ്യൂട്ട് ആണെങ്കിൽ ഇരുന്നല്ലേ കേൾക്കുന്നേ. എല്ലാരും കൂടെ ശബ്ദം ഉണ്ടാക്കി ടീച്ചർ ചോദിക്കണം is this a fish market എന്ന് ചോദിക്കേണ്ടി വരും. ഇതൊരു മീൻ മാർക്കറ്റ് ആയിട്ട് അവർ പറയും. Oh my gosh. Okay, so my dear children, hope you enjoyed the session. Okay, so what to say, enjoy your Sunday school classes. Okay, basically ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. We have to become, നമുക്കെല്ലാം KFC ഇഷ്ടമാണ് പോയി കഴിക്കാനൊക്കെ, പക്ഷെ കഴിച്ചാൽ മാത്രം പോരാ. നമ്മള് that is Kentucky Fried Chicken, but we have to become KFC, that is Kids for Christ. How do we become Kids for Christ?
How do we become kids for Christ? Obey God Be and kind. By praying. Be humble. Be kind. Not that. Be trustful and be obey elders. ചേട്ടക്ക് അൺമ്യൂട്ട് ചെയ്യണേ അച്ഛന് ഞാൻ ഇടയ്ക്ക് ഓൾ മ്യൂട്ടോട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് Yeah. So now ipa ellarum mute aanu. Okay, ask to unmute. Don't worry, we are not going to unmute you. I only muted you all. Okay, so I will unmute each one of you when I need. Okay, so how to become a kids for Christ? Okay, yeah, Jocelyn wants to say. Yeah. Okay, quite yeah, tell. To become a KFC, do prayer every time, read Bible, be honest, be humble, be happy, be kind, be true. Thanks to God. We need to say sorry if we hurt someone. Very good. That was a wonderful answer. Give her a big round of applause. Oh, children, clap cheyidilla. Ellarum ഒന്ന് clap cheyide. Okay, fine. I know that most of you know to answer like this. Okay, one is enough for me. Okay, it was a very good answer. I think so. She has noted down everything. ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ കേട്ടോ. ഓരോരോ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. സൺഡേ സ്കൂളിലാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചതിന് ശേഷം we should note and keep the lesson. So to become a kid for Christ, we have to pray. We have to obey our parents. Okay, we should not be dishonest. We should be honest. And anytime any difficulties come, നമ്മൾ പാട്ട് പാടിയതുപോലെ we should not give up. Okay, so thank you. God bless you. Have a nice time studying Sunday school and all studies. God bless you. Thank you. Hello, Shibu sir. Deputy Headmaster Shibu sir will have a vote of thanks now. Do not give up. Do not give up when times are hard. Do not give up. Have a happy heart. Do not give up. Pray Okay. and obey. Hello, can you all hear me now? Yes, sir. Yes, sir. Very good. Did you all enjoy the class today? Yes. സാറേ മ്യൂട്ട് ആണേ. Okay, now I unmuted. Yeah. Okay, children, when I look at your face, I can see all of you are smiling. Okay, that means you really enjoyed the class. Am I right? If I am right, show your hand. Ah, very good. This is what I wanted to see. I was also enjoying the class just like you. I felt Achan was one among you, like a child. Am I right? Okay, fine. So what do you think? We should thank Achan. Am I right? Yes, we should do that. Okay. Now I am going to say vote of thanks on behalf of all of you. Agreed? Okay, good. First of all, we need to thank our Almighty God for giving us this great opportunity to start our this year's Sunday school class with such a wonderful class
taken by Nitin Achan. So let us all together thank our Almighty God for giving us this wonderful opportunity. Second, I would like to thank our Vicar and Associate Vicar, Reverend Father Jiju George Achan and Liju Pannachan Achan, for being with us, even though they are not present here at the moment. Liju Achan was there in the beginning, and Jiju Achan will be joining soon. So I thank both our Achans for their continuous support and guidance, always extended for our Sunday school. Now, the most important person today is our Nitin Achan. Achan has taken a very wonderful class, standing among you, the children, and in the way how you all will enjoy. And I believe we could start this year's Sunday school with such a good class, and it was giving a good start for our this year. And I want all of you to keep the same spirit during the year. So let's all together thank Nitin Achan for your time, your efforts. And last week onwards, Achan is with us, taking the class for teachers. And for today's class also, we thank you, Achan, for this wonderful time with us. And I would like to extend our thanks to Kurian sir and all our teachers, Sunday school officials, and children, to all of you for participating in this class, and for your parents, all of you. In one word, I thank all of you for being with us today, and thank you very much. And if there is, I think if there is any announcement, I pass the mic to Kurian sir. Kurian sir undo? Hello, sir. Shibu, sir, busy. Next session, fine. Children, now we will end up this class, and you all know that we are going to start our Sunday school next week. We will have our inauguration that we are discussing, but you will get our information through your WhatsApp groups and through prayer groups. So parents who are listening to us now, we will be mostly starting the class next week on 29th. And how we are going to start the new year, we will get the announcement soon through WhatsApp groups. And once again, thank you all for being with us. And now you can exit the Zoom session by yourself. Thank you very much. Thank you all. We will be ending the session. Thank you. Yeah, thank you very much.